ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ RJD സ്ഥാപകൻ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. പാർട്ടി കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ RJD വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ലാലുവിൻ്റെ മകൾ രോഹിണി ആചാര്യ താൻ കുടുംബവുമായുള്ള ബന്ധവും ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രോഹിണി രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാനും പണത്തിനും വേണ്ടിയാണ് താൻ പിതാവിന് വൃക്ക നൽകിയതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചുവെന്നാണ് രോഹിണി പറയുന്നത്. 2022 രോഹിണി പിതാവായ ലാലു പ്രസാദ് യാദവിന് വൃക്ക നൽകിയത്. എക്സ് പോസ്റ്റിലൂടെയാണ് രോഹിണി കുടുംബത്തിനെതിരെ ഈ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ എന്നെ ശപിച്ചു, ഞാൻ വൃത്തികെട്ടവളാണെന്ന് പറഞ്ഞു. അച്ഛന് വൃക്ക നൽകിയതിന് പകരമായി കോടിക്കണക്കിന് രൂപയും സീറ്റും ഞാൻ വാങ്ങി എടുത്തുവെന്ന് പറഞ്ഞു. പണം വാങ്ങിയ ശേഷം വൃത്തികെട്ട വൃക്കയാണ് അദ്ദേഹത്തിന് നൽകിയതെന്നാണ് അവർ പറയുന്നത്. വിവാഹിതരായ പെൺമക്കളോടും സഹോദരിമാരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അമ്മ വീട്ടിൽ മകനോ സഹോദരനോ ഉണ്ടെങ്കിൽ ദൈവതുല്യനായ പിതാവിനെ രക്ഷിക്കാൻ നിങ്ങൾ പോകരുത്. പകരം സഹോദരനോടോ ആ വീട്ടിലെ മകനോടോ അല്ലെങ്കിൽ അയാളുടെ ഹരിയാനക്കാരനായ സുഹൃത്തിനോടോ വൃക്ക ദാനം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറയണം. എല്ലാ സഹോദരിമാരും പെൺമക്കളും അവരുടെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കണം. സ്വന്തം മക്കളെയും ജോലിയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും നോക്കണം. കിഡ്നി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ചും 3 മക്കളെക്കുറിച്ചും ചിന്തിക്കാതെ വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്തത്. കിഡ്നി ദാനം ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവിനോടോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടോ ഞാൻ അനുവാദം ചോദിച്ചുമില്ല. എൻ്റെ ദൈവത്തെ, എൻ്റെ പിതാവിനെ രക്ഷിക്കാൻ ഞാനത് ചെയ്തു. എന്നാൽ ഇന്ന് അതിനെ അവർ വൃത്തികെട്ടത് എന്ന് വിളിക്കുന്നു. നിങ്ങളാരും എന്നെപ്പോലെ ഈ തെറ്റ് ചെയ്യരുത്. രോഹിണിയെപ്പോലെ ആരും ഒരു മകളാകരുത്. ഇതാണ് രോഹിണി ആചാര്യ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. മറ്റൊരു പോസ്റ്റിൽ അവർ പറയുന്നത് തനിക്ക് കുടുംബത്തിൽ നിന്ന് അസഭ്യ വാക്കുകൾ കേൾക്കേണ്ടി വന്നുവെന്നും തന്നെ അടിക്കാനായി ചെരുപ്പ് ഉയർത്തിയെന്നുമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD കനത്ത പരാജയം നേരിട്ടതിന് തൊട്ടു പിന്നാലെയാണ് രോഹിണി ആചാര്യ പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത്. രോഹിണി 2022 ലാലു പ്രസാദ് യാദവിന് കിഡ്നി ദാനം ചെയ്തത്. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരൺ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു. അതേസമയം ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജ് പ്രതാപിൻ്റെ പാർട്ടി ജനശക്തി ജനതാദൾ NDA സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. RJD വിട്ട സഹോദരി രോഹിണി ആചാര്യയെയും തേജ് പ്രതാപ് തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നടന്ന പാർട്ടി യോഗത്തിലായിരുന്നു ഈ തീരുമാനം. പാർട്ടിയുടെ ദേശീയ രക്ഷാധികാരിയായി ചുമതലയേൽക്കാൻ രോഹിണിയോട് അഭ്യർത്ഥിക്കുമെന്ന് തേജ് പ്രതാപ് പാർട്ടി യോഗത്തിൽ പറഞ്ഞതായി ജൻശക്തി ജനതാദൾ ദേശീയ വക്താവായ പ്രേം യാദവ് പറഞ്ഞു. ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ 44 സീറ്റിലാണ് JJD മത്സരിച്ചത്. എന്നാൽ ഒറ്റ സീറ്റും നേടാനാകാതെ പാർട്ടി ദയനീയമായി തോൽക്കുകയായിരുന്നു. ലാലു കുടുംബത്തിനുള്ളിൽ അതൃപ്തി വീണ്ടും പുകയുകയാണ്. രോഹിണിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിൻ്റെയും റാബ്രി ദേവിയുടെയും 3 പെൺമക്കളും കൂടി വീട് വിട്ടിറങ്ങി. രാജലക്ഷ്മി, രാഗിണി, ചാന്ദ് യാദവ് എന്നിവരാണ് കുട്ടികളൊപ്പം പട്നയിലെ വസതി വിട്ട് ഡൽഹിയിലേക്ക് പോയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.